നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലപ്പുറം എളങ്കൂരിൽ യുവതി ജീവനൊടുക്കിയ സംഭവം അതിദാരുണമായ സംഭവം തന്നെയായിരുന്നു. അത് സ്ത്രീധന പീഡന കാരണം വീട്ടിൽ യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒടുവിലൊരു കയറിൽ അവരവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ സ്ത്രീധന പീഡനം മാത്രമല്ലായിരുന്നു, യുവതിക്ക് നിറമില്ല, തടിയില്ല എന്നതടക്കമുള്ള കുറെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന കുറെ കാര്യങ്ങൾ ആ യുവതിയിൽ കുത്തിവെച്ച് മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഭർത്താവ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വിഷ്ണുജയുടെ ഭർത്താവ് പ്രഫിനാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇപ്പോൾ ഇതാ വിഷ്ണുജയുടെ ഒരു സുഹൃത്ത് ഈ വിഷ്ണുജ നേരിട്ട പ്രശ്നങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിഷ്ണുജ സുഹൃത്തുക്കളോട് താൻ വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് സുഹൃത്തിന്റെ വാക്കുകൾ എന്ന് നോക്കാം. വിഷ്ണുജയെ പ്രഫിൻ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തി. വിഷ്ണുജയെ പ്രഫിന് സംശയമായിരുന്നു. ഫോണിൽ സംസാരിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇയാൾ. ഭർത്താവിന്റെ വീട്ടിലെ ഉപദ്രവം സുഹൃത്തുക്കളോടായിരുന്നു വിഷ്ണുജ പങ്കുവച്ചിരുന്നത്. അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി. കഴുത്തിന് പിടിച്ച് അടിക്കും, ഉപദ്രവിക്കും, മാനസികമായും ശാരീരികമായും അവളെ ദ്രോഹിച്ചു. അവൾക്ക് തീരെ സഹിക്കാൻ പറ്റാതാകുമ്പോൾ മാത്രമാണ് അവൾ തന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുള്ളതെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി. ഇത്തരത്തിൽ താൻ നേരിടുന്ന കൊടും ക്രൂരതകളെ കുറിച്ച് വിഷ്ണുജ തന്നോട് പറഞ്ഞപ്പോൾ നീ തിരിച്ചു പോരെ, വീട്ടിൽ നിന്നെ സ്വീകരിക്കും, അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നതടക്കമുള്ള ഒരു ഉപദേശം സുഹൃത്ത് നൽകിയിരുന്നു. പക്ഷേ ജോലിയില്ല എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വിഷ്ണുജ മുന്നോട്ട് വെച്ചത്. ജോലി കിട്ടിയാൽ എല്ലാം ശരിയാകുമല്ലോ. അവളുടെ വാട്സാപ്പ് അയാൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാട്സാപ്പിലൊന്നും ഞങ്ങളോട് ഫ്രീ ആയി സംസാരിക്കാറില്ലായിരുന്നു. ടെലഗ്രാമിലാണ് സംസാരിക്കാറുള്ളത്. അയാൾ അവളുടെ നമ്പറിൽ നിന്ന് ഇടയ്ക്ക് മെസ്സേജ് അയക്കും. അയാളെ കുറിച്ച് അവൾ ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യാറുള്ളത്. വിളിച്ച് ഫോൺ സ്പീക്കറിലിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ അവളെ നിർബന്ധിക്കും. അവൾ നേരത്തെ തന്നെ ഇത് ഞങ്ങളോട് പറഞ്ഞു വെക്കും. അവളുടെ അവസ്ഥ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോലും അവൾക്ക് സാധിച്ചിട്ടില്ല. ഫോണൊക്കെ അയാൾ ചെക്ക് ചെയ്യും. ഇത്തരത്തിലുള്ള വലിയൊരു മാനസിക പ്രശ്നങ്ങളുടെയും ഒരു ദുരനുഭവങ്ങളിൽ കൂടിയാണ് വിഷ്ണുജ എന്ന പെൺകുട്ടി കടന്നു പോയത് എന്നാണ് ഇപ്പോൾ സുഹൃത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിക്രൂരമായും മാനസികമായും ശാരീരികമായും ഒക്കെ അയാൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മകൾ അനുഭവിച്ച വേദനയെ പറ്റി വിഷ്ണുജയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. അവളെ ബൈക്കിൽ കയറ്റിലായിരുന്നു. അവന്റെ കൂടെ യാത്ര ചെയ്യാൻ അവൾക്ക് സൗന്ദര്യമില്ല എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. ബസ്സിലായിരുന്നു തന്റെ കൊച്ചി യാത്ര ചെയ്തിരുന്നത്. സ്ത്രീധനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചുവെന്നും കുടുംബം ആരോപിച്ചു. 2023 മെയ് മാസത്തിലാണ് പ്രവീണും വിഷ്ണുജയും വിവാഹിതരായത്. പ്രവീൺ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്. വിവാഹം കഴിഞ്ഞതു മുതൽ പ്രവീൺ വിഷ്ണുജയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഭർത്തൃ വീട്ടിൽ മരിച്ച വിഷ്ണുജ ഭർത്താവ് പ്രവീണിന്റെ സങ്കല്പത്തിനനുസരിച്ച് സൗന്ദര്യമില്ലാത്തതിന്റെയും ജോലിയില്ലാത്തതിന്റെ പേരിൽ കടുത്ത അവഗണന നേരിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് യുവതി വീട്ടുകാർക്ക് സൂചന നൽകിയെങ്കിലും ഭർത്താവുമായി ഒത്തുപോകാൻ വിഷ്ണുജ തന്നെ മുൻകൈയെടുത്തത്. എന്തായാലും ജീവൻ എടുക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ച പ്രശ്നം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണത്തിനൊടുവിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. ജോലി ഇല്ലാത്തതിന്റെ പേരിലുള്ള അവഹേളനം ഒരുപാട് സഹിച്ചിരുന്നു. വിഷ്ണുജ ബാങ്കിംഗ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നിരുന്നു. ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠിച്ചിരുന്നത്. മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിലും പരിഹാസം നേരിട്ടു. പെണ്ണായി കാണാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയതായി വിഷ്ണുജ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഒരിക്കൽ ഫോണിൽ വഴക്കു പറയുന്നത് കേട്ട് എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചെങ്കിലും പ്രശ്നങ്ങൾ വിഷ്ണുജ വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.